പിന്നെ ടെറസിലും ഉണ്ട്. ടെറസിന്ന് എത്രയോ മുട്ട മേള ടെറസ് താഴെ വന്ന് വെട്ടി സന്തോഷായിക്കണ. എൻജോയ് ചെയ്തു മുട്ട പൊട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിൽ വരുന്ന മുട്ട എടുത്ത് എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കണം. ആഗ്രഹിക്കുന്ന കാര്യമാണ് മുട്ട പൊട്ടി. അതിന്റെ ഒരു ആഗ്രഹമല്ല, സാധിച്ചല്ല, വീട്ടില് നടക്കൂല. അതെ. ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ സോങ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞില്ല. എന്നാലും സ്റ്റാറായോ സ്കൂളിൽ? ആ സ്കൂൾ സ്റ്റാറായി. അവര് ചോദിച്ചു ഞാൻ പോസ്റ്റർ വെക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വലിയൊരു പോസ്റ്റർ വെച്ചോ. കട്ടൗട്ട് ഫ്ലെക്സ്, ആ ഇതുപോലത്തെ ഒരു ഫ്ലെക്സ് വെക്കാം. ഇതുപോലത്തെ ഫ്ലെക്സ് വെച്ചാൽ ചെറുതൊരെണ്ണം വലിയ ഞാൻ പറഞ്ഞത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെക്കാവുന്നത്. ടീച്ചറിന്റെ ഫ്രണ്ട് എന്തായാലും വരുമല്ലോ. സെറ്റാണ്. അതെ. അതെ അതെ അതെ. ഈ സ്ക്രീനേജിനെ പറ്റിയിട്ട് ആരെങ്കിലും ഉപദേശിച്ചിരുന്നോ? അമ്മയായാൽ പ്രശ്നമാണ് അങ്ങനെ എന്തെങ്കിലും? എന്നെ ആരും ഉപദേശിച്ചിട്ടില്ല. ഉപദേശം കേൾക്കാറുമില്ല അല്ലെ? അങ്ങനെയൊന്നുമല്ല. ഒരു ആസ് എൻ ആക്ടർ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ കുട്ടികളുടെ സിനിമയുടെ അകത്തെ ഇപ്പം നമ്മള് ഒരു ക്യാരക്ടറുടെ മൊത്തത്തിലുള്ള ഒരു യാത്രയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ മിസ് ചെയ്തിട്ടുള്ള ചില ഇൻസൈറ്റ് പോലെ നമുക്ക് കിട്ടും. ഇപ്പൊ താഴെ സമയം പേരില് സാധാരണ കുട്ടികളല്ല ഇവർ, എന്നാൽ അവർക്ക് അസാധാരണമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പൂക്കാലം വരെ നമ്മൾ എത്ര സമയം കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സർക്കിട്ടിൽ അങ്ങനെ എന്താ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുക? എനിക്ക് തോന്നുന്നു പേരൻസിനെ എവിടെയൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇതിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആക്ച്വലി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടൈമാണ്. നമ്മൾ അങ്ങനെ ഒരു ടൈം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു സംഭവം. പാരന്റിങ്ങിനെ പറ്റിയിട്ട് ആണോ സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്? അങ്ങനല്ല, അങ്ങനെയൊന്നുമില്ല. കഥ എന്നോട് ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം. പാരന്റിങ് അങ്ങനെ നമ്മളൊരു ഉപദേശ പരിപാടിയൊന്നും അല്ല. ടോട്ടൽ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിന് എന്തെങ്കിലും ഇൻടേക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ 2 മണിക്കൂർ എൻജോയ് ചെയ്യുന്നൊരു സിനിമ. പിന്നെ അത് കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, പിന്നെ ബോണ്ടിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ബാക്കിയുള്ളതെല്ലാം ബൈ പ്രൊഡക്ട്സ് ആണ്. ഈ പറയുന്ന പോലെ സിനിമ ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഒരു മെസ്സേജ് ഉണ്ടാവും. നമ്മൾ എന്താണ് നമുക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വയം പാരന്റ് ആയപ്പോ ആസിക്കല് ഉണ്ടായ ഒരു ക്വാളിറ്റി എന്താ പുതിയതായിട്ട് നല്ലത്? ഞാൻ എന്റെ പാരന്റ്സിനോട് കുറെ കൂടെ അറ്റാച്ച്ഡ് ആയി. ഓക്കെ. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത്, കുട്ടി ആദു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ഞാൻ എൻ്റെ വാപ്പനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കാര്യം ഞാനുണ്ടായപ്പോഴും അവർക്ക് ഇതേ സന്തോഷവും ഇത്രയും എക്സൈറ്റ്മെന്റും ഉണ്ടായെന്ന് ഞാൻ അത് എന്തോരമാണെന്ന് റിയലൈസ് ചെയ്തത് ആദു ഉണ്ടായപ്പോഴാണ്. ഇപ്പോഴും എനിക്ക് കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ബോണ്ടിങ്ങിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്, വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ശീലിച്ചവരാണ്. നമ്മൾക്ക് സുഹൃത്തുക്കളാണ് എപ്പോഴും വലുത് ഒരു പ്രായം വരെ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങനൊരു വലിയ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു ട്രാവൽ ആയിരുന്നു. ആസ് എ ആക്ടേഴ്സ് ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്ന എന്ത് കാര്യത്തിന് സിനിമ സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സിനിമ കാരണമാണ്. വയലൻസ് വന്ന സിനിമയാണ്, ഡ്രഗ്സ് വന്ന അതേ സിനിമയാണ് ഇൻസ്പയർഡ് ആണ്. അത് ശരിക്കും സിനിമ സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നത് കൊണ്ട് കാരണമാണോ? എന്താ ഇപ്പോഴും അവരുടെ ജീവിതം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? സെലിബ്രിറ്റീസ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അതാണ്. മാങ്ങയുള്ള മാവില് കല്ലെറിയൂന്ന് പറയുമല്ലോ. അത് ഇതെല്ലാം ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. നമുക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു, മോശമില്ലാത്ത ഒരു സാമ്പത്തിക നിലയിലേക്ക് നമ്മൾ സിനിമ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിന് അറ്റൻഷൻ കൂടുതൽ കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പരസ്യത്തിന് അഭിനയിക്കാൻ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്നത്? അയാളെ കാണാൻ, അല്ലെങ്കിൽ അയാൾക്കുള്ള സമൂഹത്തിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു വില, അതൊക്കെയാണ് ഇതിന്റെ കൂടെ വരുന്നതാണ്. അപ്പൊ നമ്മളും അതിൽ ഭയങ്കര റെസ്പോൺസിബിൾ ആവണം. ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, പറയുന്ന അഭിപ്രായങ്ങൾ എല്ലാം ആളുകൾ എല്ലാ രീതിയിലുള്ള ആളുകളും അത് കാണുന്നുണ്ട്. അപ്പം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം. ആസ് എൻ ആക്ടർ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാണുന്ന സിനിമകളുടെ ലിസ്റ്റിലൊക്കെ ആസിഫിക്കയുടെ പേരുണ്ട്. ഇപ്പോൾ പുതിയൊരു ബഡ്ഡിങ് ആയിട്ടുള്ള റൈറ്ററോ ഡയറക്ടറോ വന്നിട്ട് ഞാനിത് ആസിഖാനെ കണ്ടെഴുതിയതാ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുക? കഥ കേൾക്കുക തന്നെ. സിനിമ സെലക്ട് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നുമില്ല. കഥ കേൾക്കുക, ഏറ്റവും നന്നായിട്ട് നറേറ്റ് ചെയ്ത് നമ്മളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് കൃത്യമായ റൂട്ട്. പിന്നെ ചില ആളുകൾക്ക് കഥ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരും. അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഫേസ് ടു ഫേസ് നറേഷൻ തന്നെയാണ്. അപ്പൊ അത് കേട്ട് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ ഇരുന്ന്, ഇപ്പൊ തമറ് കഥ പറഞ്ഞു കഴിഞ്ഞ് ദീപക് കരഞ്ഞു,
ഉറക്കത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാനൊന്ന് trick ഇട്ടതാണ്. അതില് വീണു. അപ്പോഴേ തുടങ്ങി ആക്ടിങ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കഥ കേട്ടപ്പോ തന്നെ കണ്ണ് പറഞ്ഞു. അറിഞ്ഞു പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള വഴി. ഈ ആസിക്കയുടെ പടമൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ, വലിയൊരു ഉത്തരവാദിത്തം അല്ലേ ഇത്, തട്ടുമെള്ളാട്ടമൊക്കെ? ചേട്ടാ നീ ഇത് വിട്ടിട്ടില്ലല്ലോ. അത് സംഭവം എന്ന് വെച്ചാ കൊറേ മുന്നേ പ്ലാൻ ചെയ്ത സിനിമയാ മൃദുലും ആസിഫും. അല്ലെങ്കിൽ എനിക്കൊരു ക്യാരക്ടർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാന്താര വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിലേ ആയി. ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ഡിലേ ആയി. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ആസിക്ക് കുറെ പടങ്ങള് ടിക്കറ്റൊക്കെ കാലിന് പ്രശ്നമായതിനു ശേഷം മാറ്റിവെച്ച സിനിമയാണ്. അപ്പൊ ഈ തട്ടുമല്ലാട്ടം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് കുറെ പേര് സംസാരിക്കുന്നുണ്ട്. അത് ഏകദേശം അതുപോലെ സിമിലർ സബ്ജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ ആ സിനിമ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. അവൻ കുറെ വർഷമായിട്ട് നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ മറ്റേ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ കണ്ണൂർ തന്നെയാണ്, തെയ്യം കാണാറുണ്ട്. പക്ഷെ അപ്പൊ അവനെങ്ങനെ സംസാരിച്ചു. നമ്മള് ആ ടീസർ ഷൂട്ട് ചെയ്യുന്ന 2-3 ദിവസം മുന്നെയാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ. അപ്പൊ ആസിനോട് സംസാരിച്ച് നമുക്ക് ടീസർ ഷൂട്ട് ചെയ്തിട്ട് ആസിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ടീസർ കണ്ടിട്ട് എന്നെ വിളിച്ചു, നമ്മൾ സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കും സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ പടം നടന്ന അടിപൊളിയായിരിക്കും, നല്ല സിനിമയാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്, നല്ല സബ്ജക്റ്റാണ്, തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് നന്നായി വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആവട്ടെ, നോക്കാം, നന്നായി വരും. ഈ തുടരുന്നതിന് ശേഷം ഉള്ള തരൺമൂർത്തി സിനിമ ആസിഫ് അലി നായകനായ സിനിമയാണെന്ന് ഒരു റൂമറുണ്ട്, സത്യമുണ്ടോ അതിൽ? നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റർ അനൗൺസ് ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടില്ല. ഈ ഒരുപാട് പേര് പ്രതീക്ഷ വയ്ക്കുന്ന സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ അനൗൺസ്മെന്റ് വരുന്നുണ്ടല്ലോ, ഇതൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ടോ? ജിസ് ജോയുടെ അടുത്ത പടം, അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷന്റെ അടുത്ത പടം, അങ്ങനെ പറയുമ്പോൾ? ഇല്ല, അങ്ങനെ ഒന്നും ഞാൻ സിനിമ മാത്രമേ ഉള്ളൂ. എന്റെ പ്രൊജക്ടിന്റെ വലിപ്പം ഉള്ളിലേക്ക് എടുക്കാറില്ല. സിനിമയായിട്ട് ഇപ്പൊ ജിസിന്റെ കൂടെ ഏഴാമത്തെ അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതല്ലാതെ വേറെ പടത്തിന്റെ വലിപ്പം കൊണ്ട് പേടിക്കാറില്ല. ഇപ്പൊ ജിത്തു ജോസഫ് പടം അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഇത് വിജയിക്കോ അങ്ങനത്തെ ടെൻഷനുകളൊന്നും ഇപ്പൊ ഇല്ല? ഇല്ലില്ല. എനിക്ക് ഞാനിപ്പോ ആ പ്രൊജക്ട് നന്നാവുക, നല്ല സിനിമയായിരിക്കുക, ഞാനത് മോശമാക്കിയെന്ന് പറയരുത്, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അല്ല, ഈ വിജയത്തോടർച്ച അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഇപ്പോഴും ഇല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്നൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞ സമയത്ത് എനിക്ക് അതൊരു ടെൻഷൻ വന്നു, ബാഗേജ് ആയിട്ട്. പിന്നെ പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. സിനിമ വരും, നല്ലതാണെങ്കിലും ഉള്ളൂ. സർക്കിട്ട് ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കട്ടെ. ഒരുപാട് കാലമായി ഫീൽ ഗുഡും വന്നിട്ട്, ഫീൽ ഗുഡിനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ആളുകൾ ഫീൽ ഗുഡിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സർക്കിട്ട് പറയുന്ന കഥയ്ക്ക് ഇവിടെ ഭയങ്കരമായ ഒരു സാധ്യതയുണ്ട്. എല്ലാ പാരന്റ്സിനും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കഥ തമറ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിന് ഭയങ്കര വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ല, എന്നാൽ നമുക്ക് കണ്ട് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു കുഞ്ഞി നല്ല സിനിമ. വലിയൊരു ലാലേട്ടൻ ആരാധകനാണെന്ന് അറിയാം. ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് എനിക്കടുത്ത ലാലേട്ടനാവണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കാലി വീണ ആളാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വീണ്ടും എല്ലാ അർത്ഥത്തിലും മലയാളി സെലിബ്രേറ്റ് ചെയ്യുന്നു തുടരത്തിന്റെ വിജയത്തോട് കൂടിയിട്ട്. ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ തുടരും കണ്ടിരുന്നു. എന്താണ് ആ റിസപ്ഷനെ പറ്റി, ആ ആഘോഷങ്ങളെ പറ്റി ആസിഫിക്ക് പറയാനുള്ളത്? തരുണായിട്ട് അതിന്റെ സംസാരത്തിലെല്ലാം തരുണ കോൺഫിഡൻസ് ത്രൂ ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടും ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനു മുന്നേ. പിന്നെ ലാൽ സാറിന്റെ ഒരു സിനിമ ഇപ്പൊ നമുക്ക് അറിയാലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ലാൽ സാറിന്റെ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്ന് ഫാമിലി സിനിമയാണെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സിനിമയുടെ വലിപ്പം, ഒരു വിജയത്തിന്റെ വലിപ്പം എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ലിറ്ററലി വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ ഷോസും ഇന്നലെയാണ് ഞാൻ തിരിച്ചിവിടെ എത്തിയത്. എനിക്ക് ഷോ നോക്കുമ്പോൾ ടിക്കറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. വെറുതെ ഈ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് എല്ലാം ഓറഞ്ച് തെളിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് അത് ശരിക്കും ഒരു ബ്രാൻഡ് അംബാസിഡറായി നിന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രതിസന്ധിയിലും അദ്ദേഹം ആ സിനിമയെ അടുത്ത ലെവലിലേക്ക് ഇവർ രണ്ടുപേരും, ലാൽ സാറും മമ്മൂക്കയും, കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൂടെ അത് വിറ്റ്നസ് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടേഴ്സിന്റെയും ഏതൊരു ഫാൻ ബോയുടെയും വലിയ പ്രിവിലേജ് ആണ്. അപ്പൊ അത് ശരിക്കും ആഘോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സിനിമ സംസാരിക്കപ്പെടട്ടെ, സിനിമ വിജയമാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സർക്കിട്ടിന്റെ ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, പാരന്റിങ്ങിന്റെ, അത് എല്ലാവരിലേക്കും എത്തട്ടെ. ഒരു ഗുണപാഠത്തിന്റെ ഒക്കെ അപ്പുറത്തൊരു നല്ല സിനിമ കിട്ടട്ടെ മലയാളത്തിന്. നേരത്തിന് ഒരുപാട്, അതെ, പുതിയ സൂപ്പർ സ്റ്റാർ വരട്ടെ. ഒരുപാട് നന്ദി നേരത്തിന്. നമസ്കാരം. താങ്ക് യു.